ചന്ദ്രാമ്മ എന്തിനാ ഇവരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കുന്ന? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കൂടെ? എനിക്കെന്നും എന്റെ ചന്ദ്രാമ്മയെ കാണാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ചന്ദ്രാമ്മ. ആ സ്ത്രീ ആളുകളുടെ മുന്നിൽ വെച്ച് ചന്ദ്രാമ്മയെ മനഃപൂർവ്വം അടിച്ചതാ. തിരിച്ചു തല്ലില്ലെന്ന് ഉറപ്പുണ്ടല്ലോ. ചിലതൊക്കെ അനുഭവിക്കണമെന്ന് വിധിയുണ്ടാവും. അതനുഭവിച്ചേ പറ്റൂ. മോള് സങ്കടപ്പെടണ്ട, അത് വിട്ടേക്ക്. പ്രസവിച്ച മാത്രമേ അമ്മയാവൂന്ന് ആരാ പറഞ്ഞ? എനിക്ക് ചന്ദ്രമ്മ എന്റെ അമ്മയാ. എന്റെ അമ്മയ്ക്ക് വേദനിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാനും പറ്റില്ല. അത്രയ്ക്കിഷ്ടം എനിക്കെന്റെ ചന്ദ്രമ്മ. മോള് വിഷമിക്കണ്ട, എനിക്കിപ്പോ ഇതൊക്കെ ശീലമായി. മോള് പറഞ്ഞില്ലേ ഞാൻ നിന്നെ പ്രസവിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മയാണെന്ന്. മക്കളാവാൻ സ്വന്തം വയറ്റിൽ പിറക്കണമെന്നൊന്നും ഇല്ല മോളെ. സ്വന്തം വയറ്റിൽ പിറന്നാലും മക്കളാകാതെ പോയ എത്രയോ പേരുണ്ട്. എന്താ ചന്ദ്രമ്മ ഇങ്ങനെ? കണ്ണു തുടച്ചേ. ഈ കണ്ണുനീര് കണ്ട ഒരാൾക്കത് സഹിക്കാൻ പറ്റില്ല. ചന്ദ്രമ്മ പ്രസവിച്ചില്ലേലും ഈ മനസ്സൊന്നും നൊന്താ ആള് തളരും. അതുകൊണ്ട് കണ്ണീര് തുടയ്ക്ക. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നിങ്ങൾ യഥാർത്ഥ അമ്മയും മോനും ആണോന്ന്. ചിലപ്പോ കഴിഞ്ഞ ജന്മത്തില് നിങ്ങൾ അമ്മയും മോനും ആയിരുന്നിരിക്കും. അതാ ഇത്ര അറ്റാച്ച്മെന്റ്. ചന്ദ്രമ്മ, ആഹാരമൊക്കെ റെഡിയായോ? ഇനി അതും കൂടി വൈകിയെന്നും പറഞ്ഞ് അടുത്ത പുകില് വേണ്ട. വാ, ഞാനും കൂടെ സഹായിക്കാം. പേടി നടക്കാതെ മഹി. വാ ചന്ദ്രമ്മ, വാ.